നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമ്മളുടെ പൂജകളിൽ നമ്മൾ ഭക്തരെ പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരു തീർത്ഥയാത്രയിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ദിവസേനയുള്ള പൂജകളിൽ നമ്മൾക്ക് സാഹചര്യങ്ങൾ വളരെ പരിമിതമായതുകൊണ്ട് ജയിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്ക് റിപ്ലൈയും കൊടുത്തിട്ടില്ല. പൂജയിൽ ഉൾപ്പെടുത്തുന്ന പ്രകാരം റിപ്ലൈ നൽകുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. 4 രാശിക്കാരിൽ, അതായത് 12 നക്ഷത്രക്കാരിൽ ദുരിതങ്ങളൊക്കെ അകന്നിരിക്കുകയാണ്. ലക്ഷ്മി യോഗം ഇവരെ കടാക്ഷിക്കുന്നതാണ്. 43 ദിവസമാണ് നിങ്ങൾക്ക് ഈ യോഗം ഉണ്ടാവുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും വളരെ ഉചിതമാവുന്നതാണ്. ഇതിന് കാരണം 43 ദിവസം വക്രഗതിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. പണം കൊണ്ട് മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതം മനോഹരമാക്കുന്നത്. അവിടെ സ്നേഹവും സന്തോഷവും എല്ലാം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും എല്ലാം സാധിക്കണം. എന്നാലേ പരസ്പര ഐക്യമൊക്കെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നേടിയെടുത്ത് അനുഭവിക്കുവാനുള്ള ആരോഗ്യവും സൗഭാഗ്യവും എല്ലാം മനുഷ്യന് അനിവാര്യമാണ്. വേദജ്യോതിഷത്തില് സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും എല്ലാം ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ശുക്രൻ തെളിഞ്ഞാൽ ആ വ്യക്തിയിൽ നല്ല കാലത്തിന് തുടക്കം കുറിക്കുന്നു എന്നാണ് പറയുന്നത്. തുലാം രാശിയുടെ നാഥനാണ് ശുക്രൻ എന്ന് പറയുന്നത്. 43 ദിവസം നീണ്ടു നിൽക്കുന്ന വക്രചലനത്തിലേക്കാണ് ഈ ശുക്രൻ പ്രവേശിക്കുന്നത്. നിലവില് മീനം രാശിയിലായിരുന്നു ശുക്രൻ സ്ഥാനം ഉറപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വക്രഗതിയിലേക്ക് മാറിയപ്പോൾ 12 നക്ഷത്രക്കാരെ അത് കടാക്ഷിച്ചിരിക്കുകയാണ്. ആ 12 നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്കാണ് ശുക്രന്റെ വക്രചലനത്തില് മേടം രാശിക്കാർക്ക് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഇവരിൽ ലക്ഷ്മി യോഗമാണ് രൂപപ്പെട്ടു വരുന്നത്. മേടം രാശിയുടെ 2ാം ഭാവത്തിലേക്കും ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. അതിനാൽ മേടം രാശിക്കാർക്ക് നേട്ടങ്ങളുടെ വ്യാപ്തിയും കൂടുതലാണ്. സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും ഈ രാശിക്കാരെ കൂടുതലായിട്ട് കാത്തിരിക്കുന്നത്. ജോലിയിൽ സ്ഥിരപ്പെടാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ സമയത്ത്. ബിസിനസ്സിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾ കൈവരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കടകം രാശിക്കാർക്കാണ്. കർക്കടകം രാശിയുടെ 5ാം ഭാവത്തിലേക്കായിരിക്കും ശുക്രൻ സ്വാധീനി ചെലുത്തുന്നത്. അതിനാൽ കർക്കടകം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് അകലുന്നുണ്ട്. ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ വിവാഹം ചെയ്യുവാനും വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കുന്നതിനും ഒക്കെയുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. പുതിയ പുതിയ ചിന്താഗതികളിലൂടെ നിങ്ങളുടെ തൊഴിലവസരങ്ങളും മേഖലകളും ഒക്കെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇതെല്ലാം വന്നു ഭവിക്കുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്ന് എത്തിയിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ കാൽഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിയുടെ 7ാം ഭാവത്തിലായിരിക്കും ശുക്രന് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ദാമ്പത്യത്തില് സന്തോഷം കൈവരുത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്നതാണ്. പങ്കാളിയുമായിട്ട് ചേർന്ന് കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഭാവിയിലേക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം നൽകുന്നതാണ് ഈ ലക്ഷ്മി യോഗം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഈ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഏതൊരു കാര്യത്തിനും നിങ്ങൾ തുടക്കം ഈ 43 ദിവസത്തിനുള്ളിൽ തുടക്കം കുറിക്കുകയാണെങ്കിൽ അതെല്ലാം പൂർണ്ണ വിജയത്തിലെത്തുന്നതാണ്. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ്. മകരം രാശിയുടെ 11ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതിനാൽ ഇവർക്ക് സമൂഹത്തിലുള്ള വില വർദ്ധിക്കുന്നതായിരിക്കും. പ്രശസ്തി നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ടാകുന്നതാണ്. തൊഴിലിടങ്ങളിൽ പേരും പെരുമയും ഒക്കെ കൈവരിക്കും. സന്തോഷം, മനസമാധാനം ഇവയൊക്കെ കൈവരുന്നതാണ്. വിഷമങ്ങളെല്ലാം കുറയുന്നതാണ്. നേട്ടങ്ങൾ ഒട്ടനവധി നിങ്ങളെ തേടിയെത്തുന്നതാണ്. വിദ്യയിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. വിദേശവാസത്തിനും വിദേശ വിദ്യാഭ്യാസത്തിനുമെല്ലാം നിങ്ങൾക്ക് യോഗമുണ്ടാകുന്നതാണ്. സൗഭാഗ്യങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇതെല്ലാം ഉണ്ടാവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടതുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.